അതെ, ഇന്ന് നമുക്ക് കുറച്ച് കരിമീൻ കുഞ്ഞിനെ കറി വെച്ചാലോ? അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അമ്മിക്കല്ലിൽ വെച്ച് ആവശ്യമുള്ളവരാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മിക്കല്ലയിലോ വെച്ചൊന്ന് ചതയ്ക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഇത്ര ഉള്ളി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്കുള്ള കറി ആയതിൻ്റെ പേരിലാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസത്തേക്ക് വെച്ചേക്കാനാണെങ്കിൽ കറി വയ്ക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, പിന്നെ ചുവന്നുള്ളി ഇത്രയും കൂടുതൽ ചേർക്കാറില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ സ്പൂണിന് ഒരു 4 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി. ഓക്കെ, എന്നിട്ട് നമ്മളതാണ്ട് കുറച്ച് കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുകിട്ട്. അതിൻ്റെ നമ്മുടെ കടുക് പൊട്ടി ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി നമ്മളിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളി ഇളക്കി കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒരുപാട് മൂത്തുണ്ട് കേട്ടോ. നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് മൂത്താൽ മതിയേ. അപ്പോൾ അത് കളർ മാറിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് കരിയാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് പച്ചവെള്ളം മാറും അപ്പോഴത്തെ, അല്ലെങ്കിൽ കൂടുതലായാലേ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം കരിയാതെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ചട്ടിയുടെ ചൂടിൽ നിന്ന് വേണം കറി ഈ അരപ്പെല്ലാം റെഡിയായി വരാൻ. ഓക്കെ, ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നന്നായി തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കരിമീൻ കുഞ്ഞുങ്ങളെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് റെഡിയായി നോക്കാമേ. ഓക്കെ, റെഡിയായി. ഇത് നമ്മൾ ഈ അരപ്പ് നമ്മൾ ഒരുപാട് നല്ല വെന്ത് പുളി ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഈ മീൻ ഇടാവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ മീൻ കട്ടി തീരെ കുറവാണ്. ഇത് നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞ് ഒരു തള തിളയ്ക്കുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. ആ തീയിലിരുന്ന് തന്നെ ആവിയിലിരുന്ന് വേണം ഇത് ബാക്കി ഇത് വേവാനായിട്ട്, അല്ലെങ്കിൽ ഈ മീനെല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വയ്ക്കുക. അതെ, കറി നന്നായിട്ട് തിളച്ചു. നമ്മളൊരു ലേശം ഉലുവാപ്പൊടി ഇട്ടണേ, ഒരു മിഞ്ച് ഉലുവാപ്പൊടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില വിതറുന്നു. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കുക. തീ ഓഫ് ചെയ്യുക. ഇത് അടച്ച് വയ്ക്കുക. ഈ ആവിയിലിരുന്ന് ഈ കറി ഒന്ന് വേവട്ടെ. ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങൾക്കിത് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഷേർലീസ് കിച്ചൺ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കരിമീൻ കുഞ്ഞിൻ്റെ കറി കേട്ടോ. ഓക്കെ, താങ്ക് യു.